കൈവിട്ടുപോയ പഴയ ആസ്ഥാന മന്ദിരം തിരിച്ചുപിടിക്കാൻ സജീവമായി രംഗത്തിറങ്ങുകയാണ് കോൺഗ്രസ്. കൈമാറി ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡിന്റെ കയ്യിലാണ് കോൺഗ്രസിന്റെ പഴയ ആസ്ഥാനം. 1969 പിളർപ്പിൽ നഷ്ടപ്പെട്ട ആസ്ഥാനം തിരികെ കിട്ടാൻ സുപ്രീംകോടതി വിധി കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നു. 7 ജന്തർ മന്ദർ റോഡ് കോൺഗ്രസിന് വലിയ ഓർമ്മകളുള്ള അഡ്രസ്സാണ്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം കോൺഗ്രസിന്റെ ആസ്ഥാനമായി 1969 വരെ പ്രവർത്തിച്ച കെട്ടിടം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നീലം സഞ്ജീവ് റെഡ്ഡി, കെ കാമരാജ്, ഇന്ദിരാഗാന്ധി തുടങ്ങി തലപ്പൊക്കമുള്ള അനേകം നേതാക്കൾ കോൺഗ്രസിനെ നയിച്ച ആസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടണം എന്ന് ഇന്ദിരാഗാന്ധി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ആവശ്യപ്പെട്ടത് ഈ ഓഫീസിൽ ഇരുന്നു കൊണ്ടാണ്. പക്ഷേ നെഹ്റുവിന് ശേഷം കോൺഗ്രസ് പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഒടുവിൽ പ്രതിസന്ധികൾ പൊട്ടിത്തെറിയായപ്പോൾ ആസ്ഥാന മന്ദിരവും പോയി. അപ്പോൾ അങ്ങനെ ഒരു പിളർപ്പുണ്ടായ ഘട്ടത്തിൽ ആ പിളർപ്പ് കൊണ്ടാണ് ഈ 7 ജന്തർ മന്ദർ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടത്. കോൺഗ്രസ്സിന് എന്ന് പറഞ്ഞാൽ ഇന്ദിരാപക്ഷത്തിന്, അന്നത്തെ പറഞ്ഞാൽ കോൺഗ്രസ് മറുഭാഗത്താണ്, ഇങ്ങേ ഭാഗത്ത് ഇന്ദിരാപക്ഷം കോൺഗ്രസ്സാണ്. റൂളിംഗ് കോൺഗ്രസും സംഘടനാ കോൺഗ്രസും, അങ്ങനെ 2 കോൺഗ്രസ് ആയിട്ടാണ് പ്രവർത്തിച്ചത്. പിളർപ്പിന് ശേഷം ഇന്ദിരാ കോൺഗ്രസുകാർ രാജേന്ദ്ര പ്രസാദ് റോഡിലെ 5-ാം നമ്പർ കെട്ടിടം ആസ്ഥാനമാക്കി. ജന്തർ മന്ദിറിലെ കെട്ടിടം സംഘടനാ കോൺഗ്രസിന്റെ ആസ്ഥാനമായി. പിന്നീട് സംഘടനാ കോൺഗ്രസ് ജനതാ പാർട്ടിയായി മാറിയതോടെ ആസ്ഥാനത്തിന്റെ അവകാശികളും മാറി. NDA സഖ്യകക്ഷി ജനതാദൾ യു ആണ് ഇപ്പോഴത്തെ അവകാശി. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും വാടകയ്ക്ക് കൊടുത്തു. ചില ഭാഗം ആളുകൾ കയ്യേറി താമസിക്കുന്നു. എന്നാൽ അവകാശി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന സുപ്രീം കോടതി വിധിയുണ്ട്. അത് നടപ്പിലാക്കാൻ ഇടപെടുമെന്ന് കോൺഗ്രസ് ഇപ്പോൾ ശക്തമായി വാദിക്കുന്നു. So 7 Jantar Mantar Road, according to the Supreme Court judgment, belongs to the Indian National Congress. So an effort will be made, systematic effort, serious effort will be made to take possession of these properties. കെട്ടിടം ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് 1950കളിൽ ചില ഇടപാടുകൾ നടന്നിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ രേഖകൾ പ്രകാരം കെട്ടിടത്തിന്റെ അവകാശം ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. അവകാശവാദവുമായി കോൺഗ്രസ് വീണ്ടും ജന്തർ മന്ദറിലെ 7-ാം നമ്പർ കെട്ടിടത്തിലേക്ക് എത്തുമ്പോൾ നിയമക്കുരുക്ക് പെട്ടെന്നഴിയില്ല എന്ന് ചുരുക്കം. ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.